സംസം വെള്ളത്തിന് യാതൊരു പുണ്യമല്ല. അത് ഇസ്മായിൽ നബിക്കും ഹാജറ ബീവിക്കും ശൗച്യം ചെയ്യാനുള്ള വെള്ളമായിരുന്നു, കക്കൂസ് പോകുമ്പോൾ ഉപയോഗിക്കാനുള്ള വെള്ളമായിരുന്നു എന്ന് പറഞ്ഞ് പരിഹരിച്ചു. എന്തിനാ വെള്ളത്തിന് യാതൊരു പ്രാധാന്യവുമില്ലെന്നും അത് ഇസ്മായിൽ നബിക്കും മാതാവിനും ശൗച്യം ചെയ്യാനുള്ളതായിരുന്നുവെന്നും നിങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ടോ? സംസം വെള്ളത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പ്രകടിപ്പിച്ചത് പറഞ്ഞത് മുസ്ലിങ്ങളെ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം അബ്ദുസലാം സുല്ലമി. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന KNM ആണ്. ഈ പുസ്തകത്തിൽ 2 സ്ഥലത്ത് അവതാരികയിൽ എന്നെക്കുറിച്ച് എന്താണ് എഴുതിയത് എന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ ഈ പുസ്തകത്തിന്റെ ചട്ടമ്മല് ഈ പുസ്തകം ഗഹന മുറ്റി നിൽക്കുന്ന ഇതിന്റെ രചനയിൽ പുലർത്തിയിട്ടുള്ള അവധാനത പ്രശംസനീയമാണ്. ചട്ടമ്മൽ എഴുതിയ ഈ പുസ്തകത്തെ പ്രശംസിച്ചത് ഈ പുസ്തകത്തിലാണ് ഞാൻ സംസം വെള്ളത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. ആ ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഹാജറ ബീബിക്കും ഇസ്മായിൽ നബിക്കും കുടിക്കുവാനും കുളിക്കുവാനും മലമൂത്ര വിസർജനം മറ്റും ചെയ്താൽ ശുദ്ധിയാക്കുവാനും വേണ്ടി. ഇവിടെ മലമൂത്ര വിസർജനം ചെയ്താൽ ശുദ്ധിയാക്കാന്ന് ഞാൻ പറഞ്ഞു തന്നാ. അത് ഇബ്നു ബാസിന്റെ ഫത്വയിൽ തന്നെ ഇസ്തിൻജാവിന് ഉപയോഗിക്കാന്ന് കൂട്ടരെ പറഞ്ഞിട്ടില്ലേ. ഇനി അന്ന് ഹാജറ ബീബിക്കും ഇസ്മായിൽ നബിക്കും ഒക്കെ മലമൂത്ര വിസർജനം ശുദ്ധിയാക്കാൻ വേറെ വെള്ളം അവിടെ ഉണ്ടായിനോ? അള്ളാഹ് പോരിശക്ക് വേണ്ടിയാണ് സംസം വെള്ളം അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. വേണ്ടി അള്ളാഹു അത്ഭുതകരമായി സൃഷ്ടിച്ചു കൊടുത്ത, അത്ഭുതകരമായി സൃഷ്ടിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കൊടുത്ത കിണറാണ് സംസം. ഇതിന്റെ സാക്ഷരതയായി ഒരു ഹദീസ് മാത്രമാണ് സഹീഹ് ആയിട്ടുള്ളത്. അത് താഴെ വിവരിക്കാം. അബൂദർ റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, നബി സംസം വെള്ളത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, നിശ്ചയം അത് വിശപ്പിന് ഭക്ഷണമാണ്. മുസ്ലിം. സംസം വെള്ളം രോഗത്തിന് ഔഷധമാണെന്ന് പ്രസ്താവിക്കുന്ന ഹദീസുകൾ എല്ലാം തന്നെ ദുർബലമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശമനത്തിന് വേണ്ടി തേൻ കുടിക്കുവാനും ജീരകം ഉപയോഗിക്കുവാനും മറ്റും ഉപദേശിച്ചത് കാണാം. എന്നാൽ സഹിയായ ഒരു ഹദീസിൽ പോലും സംസം വെള്ളം കുടിക്കുവാൻ നബി ആരോടെങ്കിലും ഉപദേശിച്ചത് കാണാൻ സാധ്യമല്ല. ഇത് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാകുന്ന മുമ്പ്, എത്രയോ മുമ്പ് എഴുതിയതാണ്. KNM പ്രസിദ്ധീകരിച്ചതാണ്. ഇതിന്റെ അകത്തും പുറത്തും ഈ പുസ്തകത്തെക്കുറിച്ച് വളരെയധികം പ്രശംസ ഇവരെന്നെ എഴുതിയ ഗ്രന്ഥവുമാണ്. അപ്പൊ ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. പിന്നുള്ളത് ഇവര് പറയാറുള്ളത്, അതായത് ഇതിനെക്കുറിച്ച് അൽമനാർക്ക് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അപ്പൊ അൽമനാറിൽ AP അബ്ദുൽ ഖാദിർ മൗലവിനെ ഫത്വ കൊടുത്തത് സംസമിനെ കുറിച്ച് ഞാൻ പറഞ്ഞ അഭിപ്രായം തിരുത്തേണ്ടതില്ല എന്നാ. 2002 ഏപ്രിൽ മാസത്തെ അൽമനാർ മാസികയിൽ വന്ന ചോദ്യോത്തരം ഇപ്രകാരം. ചോദ്യം: അബ്ദുസലാം സുല്ലമി എഴുതി KNM പ്രസിദ്ധീകരിച്ച മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിൽ പേജ് 298 അധ്യായം 107 സംസം വെള്ളത്തിന്റെ ശ്രേഷ്ഠത, സംസം വെള്ളം രോഗശമനത്തിന് ഔഷധമാണെന്ന് പ്രസ്താവിക്കുന്ന ഹദീസുകളെല്ലാം തന്നെ ദുർബലമാണെന്നും സ്വഹീഹായ ഒരു ഹദീസിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസം വെള്ളം കുടിക്കുവാൻ ഉപദേശിച്ചത് കാണാൻ സാധിക്കില്ലെന്നും പറയുന്നു. എന്നാൽ ഇപ്പോൾ ചില സലഫി പണ്ഡിതന്മാർ രോഗശമനത്തിന് അത് കഴിക്കാം എന്ന് പറയുന്നു. ഇത് ശരിയാണോ? എങ്കിൽ ഏതാണ് ആ ഹദീസ്? ഇത് ശരിയാണെങ്കിൽ മേൽ പുസ്തകത്തിൽ ഇത് തിരുത്തേണ്ടതല്ലേ? ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി ഈ ചോദ്യത്തിന് നൽകിയ മറുപടി ഇപ്രകാരം. ഇത് സംബന്ധിച്ച് ഒന്നിലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചോദ്യത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അത്തരം ഹദീസുകൾ എല്ലാം ദുർബലമാണെന്ന് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. എന്നാൽ എല്ലാ പണ്ഡിതന്മാരും അത്തരം എല്ലാ ഹദീസുകളും ദുർബലമാണെന്ന് പറയുന്നു എന്ന് അവകാശപ്പെടുന്നില്ല. ചിലർ ചില ഹദീസുകളെങ്കിലും സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ടാകാം എന്നതിനെ നിഷേധിക്കുന്നില്ലെന്ന് സാരം. പക്ഷെ ശരിയാണെന്ന് പറഞ്ഞവരോട് ഗ്രന്ഥകാരൻ യോജിച്ചുകൊള്ളണമെന്നില്ല. ഇതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പറ്റില്ലതാനും. എന്നാൽ മറുവശം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. അതിനായി KNM പ്രസിദ്ധീകരിച്ച MM നദ്വിയുടെ ഹജ്ജ് ഉംറ കർമ്മരീതിയും കഅബാലയ ചരിത്രവും എന്ന ഗ്രന്ഥത്തിന്റെ 59-60 പേജുകൾ വായിക്കുക. രണ്ടും മുന്നിൽ വെച്ച് താങ്കൾക്കൊരു നിഗമനത്തിലെത്തിച്ചേരാം. ഇവിടെ പിൻവലിക്കുകയോ തിരുത്തുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ വിലയിരുത്തപ്പെടുകയാണ് വേണ്ടത്. അതാണ് ഇവിടെ നടന്നിട്ടുള്ളതും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇവര് ഇന്റർനെറ്റിലൊക്കെ കൊടുത്തൊരു വിമർശനമായിട്ട് പറഞ്ഞത്, ഞാൻ അതിൽ മാവും മുബാറക്ക് എന്ന് മുസ്ലിമിലുണ്ട് എന്നാ. അത് ഞാൻ വിട്ടുകളഞ്ഞ് അത് സംസമിന്റെ പോരിശ കുറക്കാനല്ലേ എന്നാണ് ഈ വർഗം എന്നെ കാര്യമായിട്ട് ആരോപിക്കുന്നത്. യഥാർത്ഥത്തില് സംസമിന് സഹിയായ ഹദീസിൽ വന്ന എല്ലാ സിഫത്തും സുഹൃത്തുക്കൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. വ്യാജ ഹദീസിൽ വന്നത്, ദുർബല ഹദീസിൽ വന്നത് ഞാൻ അംഗീകരിക്കണില്ല എന്നുള്ളൂ. കാരണം
പച്ചവെള്ളത്തെ കുറിച്ച് വരെ അള്ള പറഞ്ഞത് അനസല്ലാമിനസ്സമായി മാ മുബാറക്കൻ, അനുഗ്രഹീതമായ വെള്ളം എന്ന് പച്ചവെള്ളത്തെ മഴവെള്ളത്തെ കുറിച്ച് അള്ള പറയാം. അങ്ങനെ പറഞ്ഞ നിലക്ക് സംസം വെള്ളത്തെ കുറിച്ച് മാവും മുബാറക്ക് അനുഗ്രഹീതമായ വെള്ളം എന്ന് പറഞ്ഞ് ഞാൻ എന്താ വിട്ടുകളഞ്ഞ മനഃപൂർവ്വം വിട്ടുകളയേണ്ടത് എന്താണ്? ഞാനത് വിട്ടത് അതിന്റെ പുസ്തകത്തിൽ ആ ഭാഗം വരാതെ എന്തുകൊണ്ടാണ് വിശദീകരിക്കാം. ബുഖാരിൽ ബാബു മാ ജാഹഫി സംസം, സംസമിനെ കുറിച്ച് വന്ന അധ്യായം സഹീഹ് ബുഖാരിയുടെ അധ്യായം കാണാം. ഇതിൽ 1636 ഹദീസായിട്ട് സംസമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നബി ഹജ്ജ് നിർവഹിച്ച ശേഷം നിന്നിട്ട് സംസം കുടിച്ചുള്ള ഹദീസാ. രണ്ടാമത്തത് മീറാജിന്റെ അന്നും സഖ്ബ് മേൽപ്പുര വളർന്നിട്ട് ജിബ്രീൽ ഇറങ്ങുകയും എന്നിട്ട് നബിന്റെ ഹൃദയം കീറിയെടുത്ത് സംസം വെള്ളം കൊണ്ട് കഴുകി എന്നിട്ട് ആകാശത്തേക്ക് മീറാജിലേക്ക് പുറപ്പെട്ടു എന്ന ഹദീസുമാണ്. ഈ 2 ഹദീസേ ബുഖാരി കൊടുത്തിട്ടുള്ളൂ. ഇതിന് എസ്കലാനി പറഞ്ഞു നോക്കൂ, കഅല്ലം യസ്ബുത്ത് ഇൻദഹു ഫീ ഫളിലിഹ ഹദീസുൻ അലാ ശർത്തിഹി സ്വരിയൻ. ഇമാം ബുഖാരിന്റെ നിബന്ധന അനുസരിച്ച് സംസമിന്റെ സാക്ഷരത വിവരിക്കുന്ന ഒരൊറ്റ ഹദീസും അദ്ദേഹത്തിന്റെ അടുത്ത് സഹിയല്ല എന്ന് പറയാണ്. അതുകൊണ്ടാണ് ബാബു മാ ജാ ഫി സംസം എന്ന് മാത്രം കൊടുത്ത് ഫളിൽ കൊടുക്കാതെ സംസമിന്റെ സാക്ഷരത എന്ന് കൊടുക്കാൻ അങ്ങനെ കൊടുത്ത് പിന്നെ ഹദീസ് 2 ഹദീസാണ് ഉദ്ധരിച്ചത്. എന്നിട്ട് അസ്കലാനി പറയട്ടെ, വഖദ് വഖാ ഫി മുസ്ലിം മിൻ ഹദീസ് അബീദീൻ ഇന്നഹാ തആമു തുളിമി, ഇതൊരു ഭക്ഷണമാണ്. ഇവിടെ ഫത്തുൽ ബാരി 5:159 മാവും മുബാറക്കത്ത് എന്ന് പറഞ്ഞ ഭാഗം ഫത്തുൽ ബാരി ഉദ്ധരിച്ചിട്ടില്ല. ഞാൻ ഈ ഫത്തുൽ ബാരി എന്നാണ് എന്റെ പുസ്തകത്തിൽ ഇത് ഉദ്ധരിച്ചത്. അപ്പൊ ഇബ്നു അസ്കലാനി മനഃപൂർവ്വം സംസമിന്റെ സാക്ഷരത കാണാൻ വേണ്ടി കൊടുത്തതാ. അതുപോലെ തന്നെ സാദുൽ മഅദിലും മുസ്ലിം ഉദ്ധരിച്ചെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ മാബു മുബാറക്ക് എന്ന ഭാഗം സാദുൽ മുഅദിൽ വിട്ടിട്ടുണ്ട് 4:342. ഇവരൊക്കെ സംസമിന്റെ പോരിശ കളയാനല്ല, കാരണം അത് മഴവെള്ളത്തെക്കുറിച്ച് വരെ അള്ള പറഞ്ഞൊരു സംഗതിയാണ്. പക്ഷേ ഇവിടെയുള്ള വിഷയം എന്തായിരുണ്ടോ, ഇതാ ഒന്നാമത്തത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വരെ ഇവരെഴുതിയ 6ാം തരത്തിലേക്ക് തയ്യാറാക്കിയ പാഠപുസ്തക. ഈ പാഠപുസ്തകത്തിൽ നിങ്ങൾ പറഞ്ഞു കേൾക്കുക, അന്ന റുസ്താൻ ശരിബ മി മായി സംസം വക്കാല ഇന്നഹാ മുബാറക്കുൻ ഇന്നഹാ തആമു തുഗ്മി വ ശിഫാഉ സുഖ്മി. റസൂൽ സംസം വെള്ളം കുടിച്ച് അവിടുന്ന് പറഞ്ഞു അനുഗ്രഹീതമാണ്, വിശപ്പിന് ഭക്ഷണമാണ്, രോഗത്തിന് ശമനമാണ് മുസ്ലിം. നോക്കണം, ഈ ഭൂമിയുള്ള ഒരു മുസ്ലിമിൽ ഈ രോഗത്തിന് ശമന എന്ന് പറഞ്ഞ ഭാഗം ഒരു കാണിച്ചു തരുമോ? ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. സംസമിന് കുറിച്ച് രോഗത്തിന് ശമന എന്ന് പറഞ്ഞ ഹദീസ് സഹിയായി വന്നിട്ടില്ല. അത് ദുർബൽ ഹദീസാണ്, വൈഫ ഹദീസാണ്, മുസ്ലിമിലില്ല. പക്ഷേ ഈ പാഠപുസ്തകത്തിൽ ഇസ്ലാമിലെ കർമ്മമുള്ളങ്ങൾ ഭിന്നിച്ച ശേഷം ഇവർ ഇറക്കിയതാണ്. ഇതിലവർ പറഞ്ഞ മുസ്ലിമിൽ അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ടെന്ന. ഈ ഭൂമിയിലെ ഒരു മുസ്ലിമിലെ നിങ്ങളെ ഹദീസ് കാണിച്ചു തരുമോ കൂട്ടരെ? നബിന്റെ പേര് നുണ അറിഞ്ഞാൽ എന്താ ഈ മുസ്ലിമിൽ ഇല്ലാത്തത് നിങ്ങൾ പറയാം. അപ്പൊ അതില്ല എന്ന് പറഞ്ഞാൽ ഹദീസ് നിഷേധാണോ? പിന്നെ കേട്ടോളൂ, മാഉ സംസം ലിമാ ശുരിബ ലഹു ദാറഖുത്തിനി ഹാക്കിം. ഇത് നിങ്ങൾക്കറിയോ? ഇതിൽ ഹാക്കിം മുഹമ്മദ് ഇബ്നു ഹബീബുൽ ജാറൂദി, മുഹമ്മദ് ഇബ്നു ഇഷാം, ദാറഖുത്തിനെ റിപ്പോർട്ട് ഇബ്നു ഉമർ അദിനി അൽ ഹക്കം, മുഹമ്മദ് ഇബ്നു ഇഷാം, ബാത്തിലു മൗലൂം ഹദീസാണ് അൽബാനി വരെ പറയുക. ഹദീസിനെ കുറിച്ച് ദുർബലമായ മനുഷ്യ കെട്ടിണ്ടാക്കിയ ഹദീസ് ഹാക്കിമിന്റെ ദാറഖുത്തിന്റെ ഹദീസ്. ഇത് കുട്ടികളെ പഠിപ്പിക്കാനും മൗലൂആയ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില്ലാന്ന് ഇതൊക്കെ കളവാണെന്ന് പറയുന്ന സമയത്ത് സംസമിനെ ഞാൻ എന്തായിന്ന സംസമിന്റെ പോരിശ ഇല്ലാതാക്കിയെന്ന ഇതാ. ഇത് വിചിന്തനാണ്. വിചിന്തനം 909 ജനുവരി 2. ഇതിലെഴുതുന്ന നോക്കൂ നിങ്ങൾ. സംസം രോഗത്തിന് ശമനമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. കേട്ടോ, സംസം രോഗത്തിന് ശമനമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അത് രോഗികൾക്ക് കുടിക്കാൻ നൽകാറുണ്ടായിരുന്നുവെന്ന് പത്നി ആയിഷ പറയുന്നു. ബുഖാരി. ഈ ഭൂമിയിലുള്ള ഒരു ഹദീസിൽ ബുഖാരിന്റെ ഗ്രന്ഥത്തിൽ നിങ്ങൾ കാണിച്ചിട്ട് കൂട്ടരത് വിചിന്തനത്തിൽ പച്ചക്കളവ് ശുദ്ധക്കളവ് ഇമാം ബുഖാരിന്റെ പേരിൽ എഴുതി വിട്ടതല്ലേ? അപ്പം സംസം രോഗശമനത്തിനാന്ന് പറഞ്ഞ ഒറ്റ ഹദീസ് ബുഖാരി പോകട്ടെ, മറ്റു ഹദീസ് ഗ്രന്ഥത്തിൽ നിങ്ങൾ സഹിയാന്ന് കാണിച്ചു തരുമോ? അൽബാനി വരെ അദ്ദേഹം മുഴുവൻ ഹദീസ് ദുർബലാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഉസൂലുണ്ട്, കുറെ ദുർബലമായ ഹദീസ് വന്നാൽ സഹിയാവുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ പണ്ഡിതൻ വരെ സംസമിന് എന്താ ഈ രോഗശമനം ഉണ്ടെന്ന ഹദീസ് സ്ഥിരപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ഇർവാ പോലെ ഗ്രന്ഥത്ത് വായിച്ചു നോക്കിയാൽ മതി. ഹദീസ് മുഴുവൻ എല്ലാ പരമ്പരയും ദുർബലാന്ന് പറയാം. എന്നിട്ട് സഹീ ബുഖാരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞ പിന്നെ ഞാൻ എന്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയ രോഗത്തിന് ശമനമല്ലാന്ന് എഴുതുമോ? ബുഖാരി തന്നെ ഐഷബിന്റെ ഹദീസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ശുദ്ധ കളവ് വിചിന്തനം എന്ന മാസികയിലും കുട്ടികളെ പാഠപുസ്തകത്തിൽ എഴുതി വിടുകയാണ്. ഇതിനൊക്കെ എതിർക്കുകയാണ്. അപ്പോൾ എതിർക്കുന്ന സമയത്ത് സംസമിന് ഞാൻ പറഞ്ഞല്ലോ സഹിയ ഹദീസിൽ സ്ഥിരപ്പെട്ടതൊക്കെ ഞാൻ എന്താണ് അംഗീകരിക്കുന്നുണ്ട്, സ്ഥിരപ്പെടാത്തൊന്നും അംഗീകരിക്കില്ല. ഇനി സംഘടന പ്രശ്നം അതാണോ? ഞാനത് തിരുത്തങ്ങൾ പറയുന്ന മാതിരി ഞാൻ ഒപ്പിട്ടുതരാം. നിങ്ങൾ സംഘടന ഐക്യണ്ടാകുക. സംസമിനെ കുറിച്ച് AP അബ്ദുൽ ഖാദർ മൗലവിന്റെയും അബ്ദുൽ ഖായ മദനിയും എമ്മദിന്റെ അഭിപ്രായം എന്താ? ആ അഭിപ്രായം ഞാൻ സ്വീകരിക്കാൻ ഒപ്പിട്ടുതരാം. നിങ്ങൾ സംഘടന പ്രശ്നം തീർക്കോ? സംഘടന ഐക്യണ്ടാകും.